ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ബട്ടർ പനീറാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് പനീറും അല്പം കാശ്മീരി ചില്ലി പൗഡറും ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. പൊടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഫ്രൈ ചെയ്തിട്ട് പനീർ കറിയിലേക്ക് ഇടുന്നത്. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ആയിരിക്കും. ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ പനീറാണിത്. അപ്പോൾ പനീർ ഉണ്ടാക്കുന്നൊരു വീഡിയോ ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്തേക്കാം. പനീർ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മിക്സി ജാർ എടുത്ത് അതിലേക്ക് 2 വലിയ തക്കാളി, 3-5 അല്ലി വെളുത്തുള്ളി, ഒരല്പം ഇഞ്ചി, അതിനുശേഷം അതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, 1 ടേബിൾ സ്പൂൺ മസാലപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 പച്ചമുളക്, ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അണ്ടിപ്പരിപ്പ്, അതും കൂടി ചേർത്ത് വേണം ഇത് അരച്ചെടുക്കാനായിട്ട്. അപ്പം നല്ലപോലെ ഒന്ന് അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പനീർ ഫ്രൈ ചെയ്ത പാത്രത്തിൽ തന്നെ നമുക്ക് കറി ഉണ്ടാക്കാം. അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കുക. ബട്ടർ നന്നായി ഒന്ന് ചൂടായി വരണം. അതിലേക്ക് നമുക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 3-4 പീസ് ഏലക്ക, 3-4 പീസ് ഗ്രാമ്പൂ, കറുകപ്പട്ട, 1 ടേബിൾ സ്പൂൺ ജീരകം എന്നിവയെല്ലാം കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം. ഇതെല്ലാം കൂടി ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് വയനയില കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ബട്ടർ പനീർ എന്ന് പറയുന്നത് ഒരു നോർത്തേൺ ഡിഷസാണ്. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഇത് വന്ന് കണ്ടു തുടങ്ങിയിട്ടുണ്ട്, ഹോട്ടൽസിലൊക്കെ. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാക്കുന്നത് വളരെ വിരളമായിരിക്കും. പക്ഷേ ഹോട്ടലുകളിലൊക്കെ ഈ നോർത്തേൺ ഡിഷസൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 2 വലിയ സവാള ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ സവാളയൊക്കെ ഒന്ന് നല്ല പോലെ ഒന്ന് ഫ്രൈ ആയി ഒന്ന് വഴണ്ടി വരണം. ഒരു ബ്രൗണിഷ് കളറൊക്കെ ആവണം. അപ്പോൾ ഈ നോർത്തേൺ ഡിഷസായ ബട്ടർ പനീർ തയ്യാറാക്കുന്നത് ഞാനല്ല കേട്ടോ, ഏട്ടനാണ് കൂടുതലും നോർത്തേൺ ഡിഷസൊക്കെ തയ്യാറാക്കാൻ അറിയാവുന്നത്. സവാള നന്നായിട്ടൊന്ന് വഴണ്ടി വരാൻ വേണ്ടിയിട്ട് നമുക്ക് അല്പം ഉപ്പ് കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒന്ന് ബ്രൗണിഷ് കളറൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി എന്നിവയെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. കാശ്മീരി ചില്ലിക്ക് പകരം നമുക്ക് മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ആ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം. നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ ഏകദേശം ഒരു റെഡിഷ് കളറൊക്കെ ആയിട്ടുണ്ട്. നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കഴിഞ്ഞാൽ കറികളൊക്കെ ഒന്ന് ഒരു റെഡിഷ് കളർ നല്ല കളർഫുള്ളായിട്ടിരിക്കും. ഇനി നമുക്കതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അതായത് കറിയൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് കുറുകി വരണം. ഇപ്പം തന്നെ നമുക്ക് ആ സ്പൈസസിൻ്റെയൊക്കെ നല്ല മണം കിട്ടുന്നുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. കറി നല്ലപോലെ ഒന്ന് തിളച്ച് വരണം. നമുക്ക് 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അതുപോലെ നിങ്ങൾ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ചൂടുവെള്ളമാണ് ഒഴിക്കേണ്ടത്. ചെറിയ ചൂടുവെള്ളം വേണം കറിക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഡയറക്റ്റ് നമ്മൾ നോർമൽ വാട്ടർ യൂസ് ചെയ്യരുത്. ഇപ്പം നല്ലപോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അല്പം കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ ഏകദേശം കറിയൊക്കെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ ചേർത്ത് കൊടുക്കാം. പനീർ ഇട്ടതിന് ശേഷം നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം. നമുക്ക് 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. ആ പനീർ അതുപോലെ തന്നെ പീസായിട്ട് തന്നെ കിടക്കും, പൊടിയാതെ തന്നെ. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ഇൻഗ്രീഡിയൻ്റ് ആണ് മിൽക്ക് ക്രീം. അതുകൂടി ഇതിലേക്ക് ആഡ് ചെയ്യുക. പിന്നെ ഇതിലേക്കൊരു ചെറിയ പീസ് ബട്ടർ കൂടി ചേർത്ത് കൊടുക്കുക. കുറച്ചും കൂടി ഒന്ന് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബട്ടർ ചേർത്ത് കൊടുക്കുന്നത്.
ഇപ്പോൾ ഏകദേശം നമ്മുടെ ബട്ടർ പനീർ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മേത്തിയില കൂടി ചേർക്കേണ്ടതുണ്ട്. അപ്പോൾ മേത്തിയില ജസ്റ്റ് ഒന്ന് പൊടിച്ച് വേണം ചേർക്കാനായിട്ട്, കാരണം എന്നാലേ ഒരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജസ്റ്റ് പൊടിച്ചൊന്ന് ചേർക്കുന്നത്. കൈ കൊണ്ടായാലും ഒന്ന് പൊടിച്ചാൽ മതി. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് ഇത് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമുക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർക്കേണ്ടതുണ്ട്. ഇതിലേക്ക് അല്പം പഞ്ചസാര കൂടി ചേർത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് മല്ലിയിലയും കൂടി ഒന്ന് ചേർക്കേണ്ടതുണ്ട്. അതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ബട്ടർ പനീർ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ പുതിയതായിട്ട് ഈ വീഡിയോസ് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടും. അതുപോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ ബൈ, ടേക്ക് കെയർ.